യുവരാജ് ഗോകുൽ ഇപ്പൊ നോക്കൂ, നാഷണൽ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യാണ്. ഏത് ആംഗിളിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരമായി മുഖ്യധാരയിലേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് മുഴുവൻ രാമക്ഷേത്ര വികാരമായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ജനുവരി 22 കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരി 14 എത്തി നിൽക്കുമ്പോഴേക്ക് ആ യൂഫോറിയ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി, അതല്ലെങ്കിൽ ഒരു ടോക്കിംഗ് പോയിന്റായി നമ്മുടെ മുമ്പിലില്ല. ഇതിനിയും വികസിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ് കർഷകരുടെ പ്രശ്നം, അവരുടെ സമരം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രശ്നമൊക്കെ. അപ്പൊ ബി സെറ്റ് ചെയ്ത അജണ്ടയിൽ നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ലൂസായി പോവുകയാണോ? അല്ല, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി അങ്ങനെ രാമക്ഷേത്ര അജണ്ടയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ബി.ജെ.പി ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പി വളരെ ലാഘവത്തോടുകൂടി ഇലക്ഷന് തിരഞ്ഞെടുക്കേണ്ടതാണ്. ജനങ്ങളിലേക്ക് പോകുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നം ഉയർത്തിക്കൊണ്ട് തന്നെയാണ്. അതിനകത്ത് ഒരു പ്രശ്നം രാമക്ഷേത്രം തന്നെയാണല്ല എന്നൊന്നും പറയുന്നില്ല. രാമക്ഷേത്രം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു, നടപ്പിലാക്കിയെന്നുള്ളത് ഒരു വിഷയം മാത്രമാണ്. അത് ഒരു വിഷയം മാത്രമാണ്, അല്ലാണ്ട് അത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ കർഷകർക്ക് മുമ്പിൽ കീഴടങ്ങി കർഷകർ സമരം ചെയ്തു 13 മാസം എന്നൊക്കെ പറയുമ്പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർച്ച് 2021 സുപ്രീം കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റി കർഷക നിയമങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ഒരു റിപ്പോർട്ട് 98 പേജുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ അകത്ത് ആ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ 13.3% കർഷകർ മാത്രമാണ് ഈ പറയുന്ന പ്രൊപ്പോസ്ഡ് കർഷക നിയമത്തിന് എതിരായിട്ടുള്ളതെന്നും 85.7% ജനങ്ങളും ആ കർഷക നിയമത്തിന് അനുകൂലമായിരുന്നു എന്നുമാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ ഓർഗനൈസ് ചെയ്ത് അവിടെ എത്തി കുറച്ച് വാൻഡലൈസിങ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേൾക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കേൾക്കാം. അതുകൊണ്ട് ആ കർഷക നിയമം പിൻവലിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെ യൂഫോറിയ മാഞ്ഞുപോയി, അല്ലെങ്കിൽ മോദി അനുകൂല തരംഗം മാഞ്ഞുപോയി, അല്ലെങ്കിൽ ബി.ജെ.പി സെറ്റ് ചെയ്യുന്ന അജണ്ടകളിൽ നിന്ന് മാറി, അങ്ങനെയൊന്നുമില്ല. രാജ്യത്തെ 86% കർഷകരും അന്നും ഇന്നും നരേന്ദ്രമോദിജി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടുള്ള കാർഷിക അനുകൂല നയങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കൊറിയോഗ്രാഫ് ചെയ്ത് വരുന്ന ചില സമരങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇന്ത്യയിലുള്ള 86-90% കർഷകരുടെ താല്പര്യങ്ങൾ അങ്ങ് മാറിപ്പോവും എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ആരും ദിവാസ്വപ്നം കാണുകയും വേണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തില് നെല്ലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന താങ്ങുവില കേന്ദ്ര സർക്കാർ എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ അറിയാമോ? അതിൽ നിന്നും ഇപ്പോ കേരളത്തിലെ കർഷകന് കിട്ടുന്നത് അതിന്റെ എത്ര ശതമാനം മാത്രമാണ് എന്നറിയാമോ? എന്തുകൊണ്ടാണ് കേരള സർക്കാർ നെല്ലിന് കൊടുത്തുകൊണ്ടിരുന്ന താങ്ങുവില കുറച്ചതെന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒന്ന് പറയാമോ? കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോ അതിന് ആനുപാതികമായിട്ട് കേരള സർക്കാർ കുറയ്ക്കുകയാണ്. കിലോയ്ക്ക് 5-6 രൂപ ഇതിനോടകം കേരളത്തിലെ കർഷകന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടേണ്ടതിനെ തടഞ്ഞു വെക്കുകയും ആ പൈസ കൂടി അടിച്ചു മാറ്റുകയും ചെയ്യുന്നത് പിണറായി സർക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കർഷകർ അവിടെ കിലോയ്ക്ക് കൊടുക്കുന്നത് 22 രൂപയാണ്, കേരളം കൊടുക്കുന്നത് 28 രൂപയും. തരുന്ന പൈസ കുറച്ചിട്ടല്ല, തരുന്ന പൈസയേക്കാൾ ഇവിടുന്ന് കുറച്ച് പൈസ അങ്ങോട്ട് ഇട്ടിട്ട് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അല്ല അഭിലാഷേ, കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേന്ദ്രം ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് കേരള കുറയ്ക്കുകയാണ്. എന്റെ കയ്യിൽ നേരത്തെ ഡേറ്റ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്പർ പറയാൻ കഴിയാത്തത്. ഒരുപോലെ ആയിരിക്കും. കേന്ദ്രം 1 കിലോ നെല്ലിന് എത്ര രൂപയാണ് കൊടുക്കുന്നത്? അതെ 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 അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ എന്റെ കയ്യിൽ കുറച്ച് നേരത്തെ ഡേറ്റ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ ഡേറ്റ കിട്ടുന്നില്ല. ഫിഗർ തന്നെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ ഇതിനകത്ത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. 2018 അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, 2018 നിന്ന് 2022 എത്തിയപ്പോൾ കേരളം കൊടുത്തുകൊണ്ടിരുന്ന പൈസ കൂടിയോ കുറഞ്ഞോ? കേരളം മാത്രം കൊടുക്കുന്ന പൈസ കൂടിയോ കുറഞ്ഞോ? കർഷകർക്ക് കിട്ടുന്ന പൈസ സർക്കാർ വിഹിതം കുറച്ചോ ഇല്ലയോ? അല്ല, കേരളത്തിന്റെ ഭാരം യുവരാജ് പറയുന്ന നറേറ്റീവ് കേന്ദ്രം 10 രൂപ തരുന്നത് കേരളം 8 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്നുള്ള മട്ടിലാണ്. അങ്ങനെയല്ല, കേരളം 10 രൂപ തരുന്നുണ്ടെങ്കിൽ കേന്ദ്രം 10 രൂപ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കേന്ദ്രം 10 രൂപ കൊടുക്കുന്നിടത്ത് കേരളവും 10 രൂപ കൊടുത്തിരുന്നു. കേന്ദ്രം അത് 11 12 കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് കേരളം എന്ത് ചെയ്തു? 20 കുറച്ച് 19 18 എന്നുള്ള നിലയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കേന്ദ്രം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേരളം കൊടുത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കേരളം അതിന്റെ വിഹിതം ബാലൻസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാണ്. കർഷകർക്ക് കേന്ദ്രം തരുന്നതിനേക്കാൾ കൂടുതൽ തുക കർഷകർക്ക് കേരളം കൊടുക്കുന്നുണ്ട്. അത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഇല്ലാത്ത വിധത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശദീകരിച്ചത്. സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിഷയമാണ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വിഷയം കൂടിയാണല്ലോ. അപ്പൊ കേരളത്തിന് കേരളത്തിന്റേതായ വിഹിതം കൊടുക്കേണ്ടി വരുമല്ലോ. ശരി, എനിക്കൊരു ഇടവേള എടുക്കണം, അതിനുശേഷം മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ശ്രീ ശബരിനാഥൻ, ഞാൻ നേരത്തെ അഭിലാഷ് ഒരു കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ട്. ഒക്ടോബർ 2023 മാതൃഭൂമിയുടെ തന്നെ വാർത്തയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാം. നെല്ലിന്റെ താങ്ങുവില കേന്ദ്രം കൂട്ടി, സംസ്ഥാനം കുറച്ചു എന്ന് പറഞ്ഞ് ഒക്ടോബർ 2023 മാതൃഭൂമിയുടെ തന്നെ വാർത്തയുണ്ട്. അതിനകത്ത് പറയുന്നത് നെല്ലിന്റെ അടിസ്ഥാന താങ്ങുവില കേന്ദ്ര സർക്കാർ 4.3 രൂപ സംഭരണ കാലയളവിലേക്ക് കിലോഗ്രാമിന്
അല്ലല്ല, ഞാൻ മാതൃഭൂമിയുടെ വാർത്തയാണ് പറയുന്നത്. കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില 21.83 രൂപയാണ്. കഴിഞ്ഞ രണ്ടാം വിലക്കാലത്ത് കേന്ദ്ര താങ്ങുവില 20.40 ആയിരുന്നു. സംസ്ഥാന വിധം 7.80 രൂപയും ചേർത്ത് 78.2 രൂപ 20 പൈസയായിരുന്നു. സംസ്ഥാനത്തെ നെല്ല് സംഭരണം ഇതിനോടൊപ്പം അത് പറയുന്നുണ്ട്. കേന്ദ്രം ഇത്തവണ താങ്ങുവില 1.43 രൂപ കൂട്ടി 21.83 രൂപയാക്കിയപ്പോൾ 29.63 രൂപയെ സംസ്ഥാനത്ത് താങ്ങുവില വർദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കുറച്ചത് കാരണം അത്രയും കിട്ടുന്നില്ല. ഒരു ബേസിക് ഫാക്ട് പറയാം. ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞ വാർത്തയൊക്കെ ശരിയാണ്. ഇത്രയേ ഉള്ളൂ. അതായത് ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 20 രൂപ 40 പൈസയാണ് കേന്ദ്രം 1 കിലോ നെല്ലിന് സംഭരണ വിലയായി കൊടുക്കുന്നത്. 0 രൂപയുടെ 20 രൂപ 40 പൈസയുടെ കൂടെ 7 രൂപ 80 പൈസയും കൂടി ചേർത്ത് 1 കിലോയ്ക്ക് 28 രൂപ 20 പൈസയ്ക്കാണ് കേരളം നെല്ല് സംഭരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം. ശബരിനാഥ് പറഞ്ഞോളൂ.